അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രാവിലെ 8:30 ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ആലുവയിലേക്ക് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെ ആലുവ ജുമാ മസ്ജിദിലാണ് പൊതുദർശനം നടക്കുക. ഇന്നലെ രാത്രിയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കളമശ്ശേരിയിൽ നിന്ന് വിഷ്ണു പ്രകാശ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണോ? മോത്തി അല്പം മുൻപാണ് ചോറ്റാനിക്കര പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് എത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 9 മണിയോട് കൂടിയാണ് ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ സാധാരണഗതിയിൽ തുടങ്ങാറുള്ളത്. ഇന്നലെ രാത്രിയായിരുന്നു നവാസിന്റെ മൃതദേഹം ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലിട്ട് എത്തിയത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്ന ഒരു വിവരമാണ് നമുക്ക് ഏതായാലും ലഭിക്കുന്നത്. ഇപ്പോൾ നവാസിന്റെ ബന്ധുക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം മുൻപ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പരിസരത്തോട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഈ മൃതദേഹം പിന്നീട് നവാസിന്റെ ആലുവയിലുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വൈകിട്ട് 3 മണിയോടുകൂടി ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ ആയിരിക്കും മറ്റു പുറത്തു നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകർക്കടക്കമുള്ളവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം വൈകിട്ട് 5:15 ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ, പ്രാർത്ഥനകൾ അടക്കമുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി കബറടക്കുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് നവാസിന്റെ മരണവാർത്ത പുറത്തു വരുന്നത്. സിനിമയുടെ പ്രകമ്പനം എന്ന ഒരു ഏറ്റവും ഒടുവിലായി നവാസ് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി റൂമിലേക്ക് എത്തുകയും ഇന്നലെ ആ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം വീട്ടിലോട്ട് പോകാൻ നവാസ് തയ്യാറായിരുന്നു. അപ്പോൾ 8 മണിയോടുകൂടി ചെക്കൗട്ട് ചെയ്യുമെന്ന വിവരമാണ് ആ ഒരു ഹോട്ടലിൽ ഉള്ളവർക്ക് ലഭിച്ചത്. പക്ഷേ 9 കാണാത്തതിനെ തുടർന്ന് ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ ഹോട്ടൽ മുറിയിൽ എത്തി നോക്കുമ്പോഴായിരുന്നു നവാസ് ഇങ്ങനെ റൂമിൽ വീണ് കിടക്കുന്നത് കാണുന്നത്. പിന്നീട് ചോറ്റാനിക്കരയിലുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഏതായാലും അപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്തിപ്പിച്ചത് തന്നെ മരണം സംഭവിച്ചിരുന്നു. ശരി വിഷ്ണു, ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ സ്റ്റേജ് പരിപാടികളിലൂടെയൊക്കെ നമ്മളെ ഒട്ടേറെ കാലമായി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്ന പ്രത്യേകതയുണ്ട് നവാസിന്.